ഇന്ന് നമുക്ക് ചക്ക വച്ചൊരു കൂട്ടാൻ അവിയൽ പോലെ ഉണ്ടാക്കാം. അതിനെ 2 പീസാക്കി ഇനി ചെറിയ പീസുകളാക്കണം. ചെറിയ ചെറിയ പീസുകളാക്കി അന്നേരം നമുക്ക് ഇളക്കി എടുക്കാനായിട്ട് എളുപ്പമാണ്. ചുളയെല്ലാം ഇളക്കി കഴിഞ്ഞ് ഇനി ഒന്നൊന്നായിട്ട് അതിനെ ക്ലീൻ ചെയ്ത് എടുക്കണം. ഇനി ഈ ചുള കഴുകി അരിഞ്ഞ് കൂട്ടാൻ കറി വയ്ക്കണം. ചക്കയരിയെല്ലാം കളഞ്ഞ് ക്ലീനാക്കി എടുത്ത ചുളയാണിത്. ഇത് കഴുകി അരിഞ്ഞ് ചെറിയ കുഴമ്പ് രൂപത്തിൽ കൂട്ടാൻ വയ്ക്കണം. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കണം. അരിഞ്ഞ് ഒരു പാത്രത്തിലാക്കി അടുപ്പിൽ വെച്ച് കുറച്ച് വെള്ളവും ഒഴിച്ച് തീയിട്ട് അടച്ച് വയ്ക്കണം. ചക്ക കൂട്ടാൻ ഉള്ള അരപ്പാണ് തേങ്ങ, മഞ്ഞൾ, ജീരകം, കുറച്ച് പച്ചമുളക്, വെളുത്തുള്ളി. ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇതിട്ട് ഒന്ന് ഉടച്ചെടുക്കണം. ഒത്തിരി അരയണ്ട. ഇത് നന്നായിട്ട് ആവി കയറി വേവണം. ചക്കയുടെ അരപ്പ് ഉടച്ചെടുത്തു. ചക്ക ആവി കയറി വെന്ത് കഴിഞ്ഞു. അതിൻ്റെ അരപ്പ് അതിലേക്ക് ഇട്ടു. ഇനി അത് ഇളക്കി ചേർക്കണം. ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും ഇടണം. ഉപ്പും കറിവേപ്പിലയും ഇട്ട് കഴിഞ്ഞ് ഇനി ഇതിനെ ഇളക്കി യോജിപ്പിക്കണം. ചക്ക അരപ്പിട്ട് ഇളക്കി കുറച്ച് കറിവേപ്പില ഇട്ടു. ഇതിന് വേണ്ടുന്നവർക്ക് കടുക് പൊട്ടിക്കാം. ചക്ക കൊണ്ട് വേറെ നമുക്ക് വറ്റലുണ്ടാക്കാം. കൂടാതെ പുഴുങ്ങി നമുക്ക് തേങ്ങയും ഉപ്പും ഇട്ടിട്ട് നമുക്ക് കഴിക്കാം. അങ്ങനെ പല വിധത്തിൽ നമുക്ക് ചക്ക ഉപയോഗിക്കാം. ഇതിൻ്റെ ഒരു രീതി മാത്രമാണ്. ചക്ക അവിയൽ പോലെ കുഴമ്പ് രൂപത്തിൽ ആക്കിയെടുത്തേക്കുകയാണിത്. നല്ല ടേസ്റ്റാണത്. ഇത് മാത്രം വേണമെന്നവർക്ക് കഴിക്കാം. ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടും കഴിക്കാം. ഇത് ചോറിൻ്റെ കൂടെ നമുക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കാം. അല്ലാതെ വേണമെങ്കിൽ ഇത് മാത്രമായിട്ട് നമുക്ക് കഴിക്കാം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്യണേ.